ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സത്യങ്ങൾ പലതും ഈ വ്യക്തിക്ക് മുന്നിൽ ചുരുളഴിയുന്നു. ഇനി ആർക്കും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പേഴ്സന്റെ കറണ്ട് എനർജി അപ്ഡേഷൻ നോക്കാം. അതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ്, ഈ പേഴ്സൺ ഇപ്പോൾ ഏതൊരു എനർജിയിലാണ് നിലനിൽക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിലേക്ക് നോക്കാം. എന്ത് സ്പിരിച്വൽ എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ വൈ എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളുമായി ഞാൻ അകലേണ്ടി വന്നു. ഇതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നു, എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം, അതിൻ്റെ മുഖ്യ കാരണം എന്താണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് അറിയേണ്ട ആവശ്യമുണ്ട്. ആരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ നെഗറ്റീവായിട്ട് നിലനിൽക്കുന്നത്, ആരുടെ സാന്നിധ്യമാണ് ഇവിടെ നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, എന്ത് കാരണത്താലാണ് നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ വൈ എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് എന്നുള്ളൊരു ഒരു ചിന്തയാണ്. എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് അല്ലെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയുവാനാണെങ്കിൽ ഇമാജിനേഷൻ ആണ്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇമാജിനേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇമാജിനേഷനിൽ കടന്നു പോവാന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് ഇമാജിനേഷൻസ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒന്നിക്കുന്നതും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുന്നതും ഒക്കെയുള്ള ഒരു ഇമാജിനേഷൻ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നു. അത് കൂടുതലും ന്യൂ മൂൺ എനർജിയിലായിട്ടാണ് കാണിക്കുന്നത്. ന്യൂ മൂൺ എനർജിയുടെ ഒരു രീതിയിലാണ് ആ ഒരു ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആയിക്കോട്ടെ, നിങ്ങളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുന്നതായിക്കോട്ടെ, നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതായിക്കോട്ടെ, ഭയങ്കരമായിട്ട് റിയൂണിയൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിനേഷൻ ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്റലിജൻസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ നിങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അത് ഇന്റലിജൻസ് പരമായിട്ട് ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ അതിപ്പോൾ ഒരു റിയൂണിയനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങളുമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിക്കോട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ അത് വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നു, എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്താലാണ് അത് പരിഹരിക്കാൻ പറ്റുന്നത്, എത്രമാത്രം ഇംപ്രൂവ്മെന്റ് ചെയ്താലാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നിങ്ങനെയുള്ള ചിന്താഗതിയോട് കൂടി വളരെ ഇന്റലിജൻസ് ആയിട്ട്, വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിപരമായിട്ട് ഈ പേഴ്സൺ നീക്കം നടത്തുന്നുണ്ട്, വളരെ ബുദ്ധിപരമായിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കാറ്റ് ആൻഡ് ലാവൻഡർ ആണ്, ഇൻഡിപെൻഡൻസ് ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യത്തെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യത്തെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റക്നെസ് ആണ്. ഓക്കെ, അതായത് ഈ പേഴ്സണെ തടസ്സപ്പെടുത്തുന്നവരുണ്ടാകാം, ഈ പേഴ്സണെ എന്താ പറയാ നിങ്ങളിൽ നിന്നും അകറ്റുന്നവരുണ്ടാകാം. ഇപ്പോൾ നിങ്ങളുമായിട്ട് പുതിയൊരു തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ തടസ്സം നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം. ഈ പേഴ്സന്റെ കാര്യം മറ്റുള്ളവരായിരിക്കാം തീരുമാനിക്കുന്നത്, മറ്റുള്ളവരായിരിക്കാം അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ ഈ വ്യക്തിയെ മറ്റാരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഉറപ്പായിട്ടും ഒരു സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഈ റിലേഷൻഷിപ്പിൽ പല സാഹചര്യങ്ങളും പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തതും മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യമില്ലായ്മ എന്തൊക്കെ ചെയ്താലാണ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെ ആയാലും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ വ്യക്തിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പഴയതുപോലെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് പെരുമാറാനും അതുപോലെ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് മുന്നോട്ട് വരാനും അതുപോലെ തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ allow your heart and soul to sing with joy. പാഷൻ ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പോലും അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും പാഷനേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും പാഷനേറ്റ് ആയിട്ട് ഈ പേഴ്സണ് നിങ്ങളെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയമായിക്കോട്ടെ, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആയിക്കോട്ടെ, അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ പേഴ്സണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ എന്താണ് പറയാനുള്ളത്? ടേക്ക് എ ചാൻസ് ഓൺ ദം എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചാൻസ് ഉണ്ടാക്കി എടുക്കണമെന്ന്. അപ്പോൾ ചാൻസ് ഉണ്ടാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും ഏതൊരു സിറ്റുവേഷൻ ആയാലും ചാൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് എത്രമാത്രം നെഗറ്റിവിറ്റിയിലേക്ക് പോയാലും ചാൻസ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ പുതിയൊരു ചാൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എത്രമാത്രം സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ പോയാലും നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം ഈ വ്യക്തിക്ക് വേണം. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് വന്നു ചേരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രയും താല്പര്യം വേണം, അത്രയും ഈ പേഴ്സണ് വേണം എന്ന് തോന്നിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്താ പറയാ ഈ പേഴ്സൺ ആ ഒരു ചാൻസിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത്രയും ഒരുമിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കാം നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, സോൾവ് ചെയ്യാനാകാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട്
ആ ഒരു ചാൻസ് മുതലെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ്. ഹൊണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ ആണ്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സ് തുറന്നുള്ള ഒരു സംസാരം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതായത് പല രീതിയിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാറി മാറി നിൽക്കലാണ്. അത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കാം. മനസ്സ് തുറന്ന് എന്താ പറയാ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളെ എന്താ പറയാ, അതെ, പല രീതിയിലും പല രീതിയിലും നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അത് പറ്റാറില്ല. അതിന് തടസ്സങ്ങളാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ആണെങ്കിലും യൂണിവേഴ്സ് പറയുന്നതാണെങ്കിൽ പോലും നിങ്ങളോട് രണ്ടു പേരോടും മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. അത് വളരെ സത്യസന്ധമായിട്ട് വേണം സംസാരിക്കാൻ. അതായത് മനസ്സിൽ വരുന്നത് ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കാം, സന്തോഷമാണെങ്കിൽ സന്തോഷം കാണിക്കാം, സമാധാനമാണെങ്കിൽ സമാധാനം കാണിക്കാം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണോ മനസ്സിൽ വരുന്നത് അത് ഓപ്പണായിട്ട് എന്താ പറയാ, ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് വേണമെന്ന് ഈ പേഴ്സന് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് ഇതുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം. ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. 1 ഇയർ കാണിക്കുന്നു. 11-17 കാണിക്കുന്നുണ്ട്. വിശാഖം നാള് പോലീസ് കിട്ടിയിട്ടുണ്ട്. ലേസിനെസ്, ഭയങ്കര മടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നു. പുണർദം നാള് സോഷ്യൽ മീഡിയ ആൻഡ് ഈഗോ. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റീഡിംഗ് എല്ലാവർക്കും പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.